ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ പുതിയ ചാനലിലെ ആദ്യത്തെ വീഡിയോ തുടങ്ങുകയാണ്. അത് നമുക്കൊരു മധുരമുള്ള റെസിപ്പി കൊണ്ട് തന്നെ തുടങ്ങാം. ഞാനൊരു 3-in-1 കപ്പ് കേക്കാണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കപ്പ് കേക്കിന്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു ബാറ്ററിൽ തന്നെ 3 ഫ്ലേവറിലുള്ള കേക്കാണ് കാണിക്കുന്നത്. ഇത് ഓവൻ ഇല്ലാണ്ടും ഓവനിലും ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് റൂം ടെമ്പറേച്ചർ പാൽ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മുടെ സോഡാപ്പൊടിയാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ തൈര് ഇട്ടോ. അതും റൂം ടെമ്പറേച്ചറാണ്, തണുപ്പില്ലാത്ത ഉപയോഗിക്കുക. നമുക്ക് കേക്ക് മിക്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് നല്ലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ ബീറ്റർ യൂസ് ചെയ്യാണ്ട് ചെയ്യുന്നത്. ഒരു മരത്തിന്റെ തവി എടുത്തിട്ടുണ്ട്. നമുക്കിതിക്ക് ആദ്യം 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ അത് കുറച്ച് നമ്മൾ മെൽറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുള്ളൂ. അതുകൊണ്ട് പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മിക്സ് ചെയ്യുമ്പോൾ സുഖമായിരിക്കും നമുക്ക്. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു പുതിയ ചാനലാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ സിസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണത്. ഇതില് കുക്കിംഗ് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ഐഡിയകളും ആശയങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇത് മിക്സ് പഞ്ചസാര നല്ലോണം അരിഞ്ഞിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇതൊക്കെ നമുക്ക് സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ നമുക്ക് ഉപ്പ്, ഇത് 3 ഇട്ടിട്ട് ഇത് നല്ലൊരു അരിപ്പിയിലിട്ട്, സാധാരണ അരിപ്പിയിലിട്ടിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. നമ്മളിങ്ങനെ അരിക്കണത് നമ്മൾ കേക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മിക്സൊക്കെ നമുക്കിത് കുറേശ്ശായിട്ട്, അതിനു മുമ്പ് നമുക്ക് ഇതിന് 2 ടീസ്പൂൺ തൈര് ചേർക്കണം. തൈരിന് പകരം നിങ്ങൾക്ക് ബട്ടർ മിൽക്ക്, മോര് വേണമെങ്കിൽ ചേർക്കുക. അതുപോലെ തന്നെ പാലിക്ക് 1 ടീസ്പൂൺ വിനാഗിരിയോ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസോ വേണമെങ്കിൽ ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. തൈര് ഇനി കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം. തൈരിട്ടിട്ട് നല്ലോണം കട്ടല്ലാണ്ട് മിക്സ് ചെയ്യാം. നമുക്ക് പൊടി കുറേശ്ശായിട്ട് ഇട്ടെടുക്കുക. ഒരൊറ്റ തവണയായിട്ട് പൊടി ഇട്ടെടുക്കരുത്, അത് പിന്നെ കേക്ക് ഇത് ശരിയായി കിട്ടൂല. നമുക്കൊരു 3 പ്രാവശ്യമായിട്ട് കുറേശ്ശായിട്ട് ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ പൊടി ഇട്ടതിന് ശേഷം വല്ലാണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്യരുത്, അപ്പം നമ്മളെ കേക്ക് ഒരുപാട് ഹാർഡായി പോവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഇതാക്കിയിട്ട് അത് കട്ടല്ലാണ്ട് സോഫ്റ്റ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ടാണ് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓവറായിട്ട് മിക്സിങ് പാടില്ല കേട്ടോ. ഇത് നമുക്ക് ബീറ്റർ വെച്ചിട്ടും ചെയ്യാം, പക്ഷെ ബീറ്ററിന്റെ ആവശ്യമില്ല. നല്ലോണം മിക്സ് ആയിട്ടുണ്ട് നമ്മളെ ഇത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 3 ഫ്ലേവറിലാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 3 ഫ്ലേവറാണെന്ന് ചേർക്കണമെന്നുള്ളൂ. നമ്മൾ 3 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ബാറ്ററിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറിൽ കേക്ക് റെഡിയാക്കാം. ഇനി ഞാൻ ക്ലീൻ ആയിട്ടുള്ള ഒരു 2 ബൗളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 പാത്രത്തിൽ ഒരേ അളവിൽ ചെയ്യാം. നമുക്ക് ഏത് ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്, അങ്ങനെയാണെങ്കിൽ കൂടുതൽ അതിക്ക് ചേർക്കുക കേട്ടോ. ഞാൻ 3 ഒരേതായിട്ട് ചെയ്തിട്ടുണ്ട്. 3 ബൗളിക്കും അതിൻ്റെ കേക്ക് മിക്സ് ഞാനൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നിക്കും ഓരോ ഫ്ലേവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം വാനില എസൻസ് ആണ്, ഒരു 1/2 ടീസ്പൂൺ വാനിലൻ്റെ എസൻസ് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഹാർഡാവാനുള്ള ഒരു മിക്സിങ് അല്ല, എന്നാലും
ഒരേ ഡയറക്ഷൻ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം ഞാൻ പറഞ്ഞില്ലേ, ഏത് ഫ്ലേവറാണ് ഇഷ്ടമുള്ളത് ആ ഫ്ലേവർ യൂസ് ചെയ്യാം. ഞാൻ വാനിലയാണ് ഒന്നിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അടുത്തതിൽ നമുക്ക് സ്ട്രോബെറി ഫ്ലേവർ ചേർക്കാം. സ്ട്രോബെറി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. സ്ട്രോബെറി എസൻസ് ആണ്, അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എസൻസ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് എസൻസ് തന്നെ ഒരു ലൈറ്റ് കളർ അതിലുണ്ട്. പിന്നെ എക്സ്ട്രാ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മറ്റ് ഫ്ലേവറും കൂടെ അത് മാറ്റി വെച്ചിട്ട് ഇതിൽ നമുക്ക് ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കാം. ഞാൻ ചെയ്യണത് ഒരു മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റ് ഇതിൽ കൊയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ന്യൂട്ടല്ല ഉണ്ടെങ്കിൽ ന്യൂട്ടല്ല 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ടേസ്റ്റിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 3 ഫ്ലേവർ, ഒന്ന് വാനില, ഒന്ന് സ്ട്രോബെറി, ഒന്ന് ചോക്ലേറ്റുമാണ് ചെയ്യുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ 3 കേക്കിൻ്റെ ബാറ്ററും റെഡിയാണ്. ഇനി നമുക്കതൊരു ഇതിലേക്ക് കേക്കിൻ്റെ മോൾഡ് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു മഫിൻസ് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ പേപ്പർ കപ്പ് വെച്ചിട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒഴിക്കുകയാണെങ്കിൽ ഗ്രീസ് പാൻ ഇത് ഗ്രീസ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി മോൾഡ്. ഞാൻ ഓരോ ഫ്ലേവറായിട്ടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ കപ്പ് മോൾഡ് ഇല്ലാത്തവർക്ക് ഞാനിങ്ങനെ ഡിസ്പോസിബിളിൻ്റെ കപ്പിലും കാണിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാവുന്ന കപ്പാണ്. ഇതിൻ്റെ ചെറുതും വലുതൊക്കെ ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും അതിലും കൂടി കാണിക്കട്ടോ. അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ സ്ട്രോബെറി ഫ്ലേവറാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ മോൾഡിക്കും ഞാൻ ഒഴിക്കുകയാണ്. ഓരോ മോൾഡിൽ നമ്മൾ നിറച്ച് ഒഴിക്കരുത്. അതൊരു പകുതിയായിട്ട് ഒഴിച്ചു വെക്കുക. കേക്ക് പൊങ്ങി വരുമ്പോൾ പിന്നെ പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമ്മളൊരു സ്റ്റാർട്ടിങ് ആണ്. ഇതിൽ കുക്കിംഗ് റെസിപ്പീസ് മാത്രമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്ട്രോബെറിൻ്റെ ഇത് ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് ചോക്ലേറ്റ് ഒഴിക്കാം. അതും എല്ലാം ഒരു ഈക്വലായിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക. എല്ലാ മോൾഡിക്കും ഒഴിക്കുക. ഓവനുള്ളവർ ഓവനിൽ തന്നെ ചെയ്യാം. അല്ലാത്തവർ പാത്രത്തിലോ കുക്കറിലോ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഗ്യാസിൽ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളുമാണ്. ഇനി വാനിലിൻ്റെതാണ് ഞാൻ ഒഴിക്കുന്നത്. സ്ട്രോബെറി ചോക്ലേറ്റ് ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാനില ഫ്ലേവറും കൂടെ ഞാൻ ഒഴിച്ച് റെഡിയാക്കുന്നുണ്ട്. പേപ്പർ കപ്പിൻ്റെ അടുത്തുള്ള കുറച്ച് വലിയ കപ്പാണ്. ചെറിയ കപ്പാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നിങ്ങളുടെ ഏതാണുള്ളത് വെച്ചാൽ അത് ഉപയോഗിക്കുക കേട്ടോ. നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ എയർ ബബിൾസ് മേലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ. അപ്പം ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എയറൊക്കെ ഒന്ന് പുറത്തു പോകും. ഞാൻ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ളൊരു ഓവനാണിത്. ഞാൻ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് വെച്ചിട്ട് ഒരു 150 ഡിഗ്രിയിൽ ഞാനൊരു 25 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോ ഇല്ലേന്ന്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ ഓവനിൽ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിനി ഗ്യാസിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതേപോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടുള്ളതൊക്കെ ഒഴിക്കണ കപ്പാണിത്. ഇത് പ്രത്യേകിച്ച് ഞാൻ ഗ്രീസ് ചെയ്യൊന്നും ചെയ്യണില്ല. ഡയറക്റ്റ് കപ്പ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും പേപ്പർ കപ്പ് ഇറക്കി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനത് ചെയ്യണില്ല. ഇതൊക്കെ ഒരു 1/4 ഭാഗത്തോളം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക.
വലിപ്പത്തിനനുസരിച്ച് ചെയ്യാം. ഭാഗം ഒഴിച്ച് ഹാഫ് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ കേക്കായിട്ട് വരും. ഞാനൊരു 1/4 ഭാഗമാണ് ഒഴിക്കുന്നത്. ചോക്ലേറ്റിന്റെ ഇതാണ് 2 കപ്പിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി വാനിലിൻ്റെതും 2 കപ്പിലായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. സ്ട്രോബെറി ഫ്ലേവറിലുള്ളത് ഇല്ല കേട്ടോ ബാറ്റർ. ഞാനത് കപ്പ് കേക്ക് മോൾഡിൽ ഒഴിച്ചിട്ട് അത് തീർന്നിട്ടുണ്ട്. ഞാൻ ഈ 2 ഫ്ലേവറിലുള്ളത് ഒഴിച്ചിട്ട് കാണിക്കാം. ഇനി ഇത് കപ്പ് കേക്കിന്റെ മോൾഡും ഓവനും ഇല്ലാത്തവർ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എന്നൊന്നും വിചാരിക്കരുത്. ഈ രീതിയിലൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. ഉള്ളില് നിങ്ങൾക്ക് പിന്നെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ഒഴിച്ചതാണ്. നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി അത് നല്ലൊരു നമ്മളെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ടിന്നിക്ക് വെച്ച് കൊടുക്കുക. ഞാനൊന്നുകൂടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. മേൽക്ക് എയർ ബബിൾസ് ഉണ്ടോ എന്നുള്ളൊരുത്തോണ്ട് ഒന്നുകൂടെ ചെയ്തതാണ്. നമുക്ക് കേക്ക് പിന്നെ ഗ്യാസിൽ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വട്ടപാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുക്കർ വേണമെങ്കിൽ ചെയ്യാം. ഞാനൊരു പഴയ പാത്രം എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇതിനായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ കറ പിടിക്കണമായി തോന്നും. അതുകൊണ്ട് ഞാനൊരു പഴയ പാത്രം എടുത്തതാണ്. സാധാ ഒരു വട്ടപാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇഡ്ഡലിന്റെ തട്ടോ ഇഡ്ഡലിന്റെ ചെമ്പ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഉള്ളിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കയ്യിലുള്ളത് സ്റ്റീലിന്റെ എന്ത് സ്റ്റാൻഡാണെങ്കിലും വെക്കുക. അതൊക്കെ നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് കപ്പ് വെച്ചിട്ടുള്ള ഇത് പാത്രം നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കൈ പൊള്ളാണ്ട് ചെയ്യണം. ചൂടായി കിടക്കണല്ലേ. നമുക്കത് അടിച്ചു വെച്ചിട്ട് ഇതും ഒരു 20-25 മിനിറ്റ് നമുക്ക് വെച്ച് നോക്കാം. ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം. മറ്റു കേക്കിന്റെ അത്ര ടൈമൊന്നും ഇതിന് വേണ്ട. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. നമുക്കിതായിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ടൂത്ത്പിക്ക് എടുത്തിട്ട് കുത്തി നോക്കാം. ടൂത്ത്പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു വയർ റാക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പത്ത് റീമോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. ആ സമയം കൊണ്ട് ഞാനൊരു ബട്ടർ ഐസിങ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഒരു 100 ഗ്രാം ബട്ടർ ഞാൻ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിൽ കിട്ടുന്നുണ്ട്. റൂം ടെമ്പറേച്ചർ ബട്ടറാണ് കേട്ടോ. അത് മെൽറ്റ് ചെയ്യാൻ മറ്റത് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇത് നമുക്ക് ബീറ്റർ ഇല്ലാണ്ട് ചെയ്യാം. ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ ഈസിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബീറ്റർ വെച്ചിട്ടാണിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ബട്ടറും പഞ്ചസാരയും മാത്രമാണ്. നിങ്ങൾക്ക് ഈ പൊടിച്ച പഞ്ചസാരക്ക് പകരം ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ സാധാ പഞ്ചസാര പൊടിച്ചതാണ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു സാധാരണക്കാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എല്ലാവരും വീട്ടിലുള്ള ഒരു ഇത് വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിന് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനൊരു ബട്ടർ ഐസിങ് ചെയ്യാന്നുള്ളതാണ്. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മളെപ്പോഴും കേക്ക് ഐസിങ് ചെയ്യണതല്ലേ. അതൊരു വ്യത്യസ്തമായിക്കോട്ടെ നിർത്തിയിട്ട് ബട്ടർ ഐസിങ് കൊണ്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇത് സ്മൂത്ത് ആയിക്കണം. നമുക്കത് മാറ്റി വെക്കാം. നമുക്കതൊന്ന് റീമോൾഡ് ചെയ്തെടുക്കാം. റീമോൾഡ് ചെയ്യാൻ വളരെ സുഖമാണ്. നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഗ്ലാസ്. എന്നിട്ട് നമുക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ താനെ വരും. നമ്മളെ കേക്ക് കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഇതായിട്ടുണ്ട്. നല്ല സ്പോഞ്ച് കേക്ക് തന്നെയാണ്. നല്ല സോഫ്റ്റ് ആണ്. നമുക്കത് ഐസിങ് ചെയ്യുന്നത് ഇവിടെ ഞാൻ കാണിക്കാം. ഞാൻ എൻ്റെതായ രീതിയിലാണ് എൻ്റെ ഡെക്കറേഷൻ. നിങ്ങളെ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യം ഇതിന് ബട്ടറത് ഒരു പൈപ്പിംഗ് ബാഗ് മാറ്റിയിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവര് സാധാരണ അതിന്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. കഴിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് ഐസിങ് ചെയ്യാണ്ട് അങ്ങനെ കഴിക്കുന്നവർക്കും നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ് ചോക്ലേറ്റും സ്ട്രോബെറിയൊക്കെ. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ എൻ്റെതായ രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെന്നുള്ളൂ. നമുക്ക് പേപ്പർ കപ്പിൽ വെച്ചിട്ടുള്ള കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം നോക്കാം. ഞാൻ ബട്ടർ ഐസിങ് ഇത് ചെയ്തിട്ടുള്ള ബട്ടർ ക്രീമൊക്കെ ഞാൻ കുറച്ച് കളറ് ചേർത്തിട്ടുണ്ട്. സ്ട്രോബെറി കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കളർ നമ്മളാരും പ്രൊമോട്ട് ചെയ്യണില്ല. കളർ നല്ലതല്ല നമുക്കറിയാം. പക്ഷെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി കളർ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഫ്ലവർ ആക്കിയിട്ട് ചെയ്യണം. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം.
ഡെക്കറേഷനൊക്കെ സ്വന്തം ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എനിക്കറിയുന്ന രീതിയിലൊന്ന് ചെയ്തെന്ന് മാത്രം. ഇത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് മാറ്റിയേക്കാം. ഞാനതൊരു ഡിഷിക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് ഫ്ലവറിൻ്റെ രീതിയിൽ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സർവിങ് ഡിഷിക്ക് മാറ്റാം. അത് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഇത് ബട്ടർ സ്പ്രെഡ് ചെയ്തതല്ല, ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മളെ വാനിലൻ്റെ കേക്ക് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, എല്ലാം ഒരുപോലെ അല്ല, ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് നല്ല ഭംഗിയിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.